الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا بعضهم أولياء بعض إلا تفعلوه تكن فتنة في الأرض وفساد كبير. صدق الله العظيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുവാൻ ഓരോ സഹോദരന്മാരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയും രാവിലെ ഉണരുന്നത് അവന്റെ ദീനുൽ ഇസ്ലാമിനൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഞാൻ പ്രഭാതത്തിലായിരിക്കുന്നു, ഇസ്ലാമിന്റെ പ്രകൃതിയിൽ ശുദ്ധമായ പരിശുദ്ധമായ അല്ലാഹുവിന്റെ വചനത്തിന്റെ പ്രകൃതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ഞാൻ അവന്റെ ദീനിലായി പ്രഭാതം നടന്നിരിക്കുന്നു. വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനിലായിട്ടാണ് ഞാൻ പ്രഭാതത്തിലായിട്ടുള്ളത്. വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഒരിക്കൽ പോലും ബഹുദൈവത്വത്തിന്റെ ലാഞ്ചനയില്ലാത്ത മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെ മാർഗത്തിലായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലായി, നിഷ്കളങ്കമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലായി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലായി ഞാനിതാ ഉറക്കമുണർന്നിരിക്കുന്നു എന്നൊരു സത്യവിശ്വാസി പറഞ്ഞാണ് അവൻ എഴുന്നേൽക്കേണ്ടത്. ഉറക്കത്തിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ നാം അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് മുസ്ലിമായി നേരം വെളുപ്പിക്കുന്ന, ഉറക്കമുണരുന്ന ഒരു സത്യവിശ്വാസി വൈകുന്നേരത്ത് ആ ഇസ്ലാമിന്റെ പേരിൽ വമ്പിച്ച പാപഭാരങ്ങളുമായിട്ടാണ് അയാൾക്ക് ഉറങ്ങേണ്ടി വരുന്നത്. സമൂഹം അടിച്ചേൽപ്പിക്കുന്ന, അയാൾ ജീവിക്കുന്ന രാജ്യത്തെ ഇതര ജനവിഭാഗങ്ങൾ, അതല്ലെങ്കിൽ അവരെ വംശീയമായി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾ, അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന കുറ്റഭാരങ്ങളും പാപഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് അയാൾ വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്നത്. ഇങ്ങനെ ഓരോ രാവിലും
നമ്മുടെ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പരിശോധിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ നിരന്തരമായി കുറ്റങ്ങളും ആരോപണങ്ങളും അതേപോലെ അപകീർത്തികളും ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നട്ടാൽ മുളയ്ക്കാത്ത പച്ച നുണകൾ ഒരു സമൂഹത്തിന് നേരെ അടിച്ചേൽപ്പിക്കുക, ആരോപിക്കുക, എന്നിട്ട് അവരെ കുറ്റക്കാരും സാമൂഹ്യ ദ്രോഹികളുമാക്കി ചിത്രീകരിക്കുക. ഇവർ ഏറ്റവും വൃത്തികെട്ട സമൂഹമാണെന്നും ലോകത്തിന് മുഴുവൻ നാശമാണെന്നും ഇവർ ഈ രാജ്യത്തെ മുഴുവനും നശിപ്പിക്കുന്നവരാണെന്നും പൊതുജന സമൂഹത്തിന്റെ മുമ്പിൽ യാതൊരു തെളിവുമില്ലാതെ പറഞ്ഞു പരത്തുക എന്ന വളരെ ഭീകരമായ വൃത്തികെട്ട ഒരു പ്രചാരണം നമ്മുടെ നാടൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ പ്രചാരണ തന്ത്രത്തിന്റെ ഉത്ഭവം എന്ന് പരിശോധിച്ചാൽ, നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന RSSന്റെ താത്വികാചാര്യന്മാർ ആ പ്രസ്ഥാനത്തെ കടം കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമാണ്, ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിയിൽ നിന്നുമാണ്. ഹിറ്റ്ലറിന്റെ നുണപ്രചാരണ മന്ത്രിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ, പ്രചാരണ മന്ത്രിയായിരുന്ന ഗീബൽസ് എന്നറിയപ്പെടുന്ന അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി, മന്ത്രി, അയാളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജർമ്മനിയിലെ ജൂതന്മാരെ കുറിച്ച് നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം, മെയിൻ കാമ്പ് വായിച്ചു നോക്കാം, അയാളുടെ ആത്മകഥ. അവിടെയൊക്കെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബിഗ് ലൈ, പെരും നുണകൾ പ്രചരിപ്പിച്ചാൽ അത് ജനങ്ങൾ ഒരിക്കൽ പോലും വിശ്വസിക്കാത്തതാണെങ്കിലും എത്ര വലിയ നുണകൾ പറയുന്നുവോ അത്രയും കൂടുതൽ പ്രചാരം അതിന് കിട്ടുമെന്നാണ് ഹിറ്റ്ലർ പഠിപ്പിച്ചു കൊടുത്തത്. അതിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഗീബൽസ് അത് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ജൂതന്മാരെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു പരത്തി ജർമ്മനിക്കാർക്ക് കൂടി തോന്നി ഇവന്മാർ ഈ രാജ്യത്തിന്റെ മുഴുവൻ ശത്രുക്കളാണ്, ഇതര ജനവിഭാഗങ്ങൾക്ക് മുഴുവൻ നാശകാരികളാണ് എന്ന്. 1920 ഹിറ്റ്ലർ ലോകത്തോടായി പറഞ്ഞു, ഇവരാണ് ഏറ്റവും ഈ രാജ്യത്തെ ഏറ്റവും വലിയ രോഗാണുക്കൾ, ഇവരാണ് ഈ രാജ്യത്ത് രോഗം പരത്തുന്നവർ, രോഗത്തെയല്ല രോഗാണുക്കളെയാണ് ചികിത്സിക്കേണ്ടതെന്ന് 1920 ഹിറ്റ്ലർ പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്ത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അവരാണ് ഈ രാഷ്ട്രത്തിന്റെ മുഴുവൻ പരാജയത്തിന്റെയും നാശത്തിന്റെയും കാരണഭൂതർ എന്ന് കുപ്രചാരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു നുണ 100 വട്ടം ആവർത്തിച്ചാൽ അത് സത്യമായി മാറും എന്നാണ് അയാൾ സാമൂഹിക നിരീക്ഷണം നടത്തി പറഞ്ഞതും അത് സ്ഥാപിച്ചെടുത്തത്. ഒടുവിൽ ജൂതന്മാർ, 6 കോടിയിലധികം വരുന്ന ജൂതന്മാർ ഗ്യാസ് ചേമ്പറുകളിൽ ഞെരിഞ്ഞമരുമ്പോൾ, കത്തി അമരുമ്പോൾ ഒരാൾ പോലും അവർക്ക് വേണ്ടി ശബ്ദിക്കാനില്ലാത്ത നിലയിൽ അവർ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യപ്പെടുകയാണ്. വംശഹത്യ സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം നുണപ്രചാരണമാണ്. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് ഈ ഒരു തത്വശാസ്ത്രത്തെ ഫാഷിസം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിനെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് RSSന്റെ താത്വികാചാര്യന്മാരാണ്. BS മുഞ്ചയും VD സവർക്കറും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി മുസോളിനിയെയും ഹിറ്റ്ലറിനെയും നേരിട്ട് പോയി കണ്ട് അത് പഠിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ട്രൗസർ ഗാങ് അത് ഇവരുടെ നാസി പട്ടാളത്തിന്റെ സ്റ്റൈലാണ്. സ്വസ്തിക് ചിഹ്നം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മുദ്ര RSS ഉപയോഗിക്കുന്നു, അത് അവിടെ നിന്ന് വന്നതാണ്. വംശശുദ്ധിവാദം, ആര്യവംശ വിശുദ്ധിവാദം അത് ഹിറ്റ്ലർ പഠിപ്പിച്ചതാണ്. ഇത്തരത്തിൽ രക്തശുദ്ധിവാദം അവരുടേതാണ്, കുർവടി സംസ്കാരം അവരുടേതാണ്,
ട്രൗസർ ഗ്യാങ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ അവരിൽ നിന്ന് കടം കൊണ്ടു രാജ്യത്തേക്ക് വന്നിട്ട് ഇവിടെയുള്ള പാവപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരെ അവരെ ഉപയോഗപ്പെടുത്തി അവരുടെ മതത്തെയും അവരുടെ സമൂഹത്തെയും ജനതയെയും ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയത്തിലേക്ക് ഹിംസാത്മകമായ ഹിന്ദുത്വം എന്ന ഐഡിയോളജി കൊണ്ടുവന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വാട്ട് ഈസ് ഹിന്ദുത്വ, ഹു ഈസ് ഹിന്ദു എന്ന് പറയുന്ന MS ഗോൾവാൾക്കറിന്റെ പുസ്തകത്തിൽ കൃത്യമായി ഹിന്ദുമതമല്ല ഹിന്ദുത്വം എന്നയാൾ പറയുന്നുണ്ട്. ഒരിക്കലും RSS ഹിന്ദുക്കളെ പ്രതിനിധാനം ചെയ്യുന്നില്ല. അവർ പ്രതിനിധാനം ചെയ്യുന്നത് ഹിന്ദുത്വത്തെയാണ്. അവരുടെ കൂട്ടത്തിൽ ബഹുദൈവ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവവിശ്വാസികൾ അതല്ലെങ്കിൽ വിഗ്രഹത്തിൽ വിശ്വസിക്കുന്നവർ പോലും ഉണ്ടാവുകയില്ല, ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. രഥയാത്ര നടത്തിയ അദ്വാനിക്ക് കിട്ടിയ വിഗ്രഹങ്ങളുടെ ലോഹ പ്രതിമകൾ കൊണ്ടുപോയി ഉരുക്കി ഉപയോഗിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. പല ആളുകളും അവരുടെ കൂട്ടത്തിൽ ഹൈന്ദവമായ നിലയിൽ ദൈവവിശ്വാസികൾ ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് തെളിവുകൾ കൊണ്ട് RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം അത് ഹിന്ദുക്കളുടെ മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഈ രാജ്യത്ത് വളർന്നു വന്നതാണ്. ഇപ്പോൾ ഹിന്ദുക്കൾക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്താണ് നമ്മുടേതായ രാമന്റെ പേരിൽ ഒരു രാജ്യം വരുന്നു എന്ന്. രാമൻ ഒരു ഹിംസാത്മകമായ ഒരു രാമനെയാണ് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, രാമനെ മറയാക്കി, ക്ഷേത്രത്തെ മറയാക്കി, ആരാധനകളെ മറയാക്കി അവർ ഈ രാജ്യത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. അതിനിവിടെ എന്താണ് പ്രശ്നം? ഈ വരേണ്യ സംസ്കാരം, ഈ പറയപ്പെടുന്ന ചാതുർവർണ്ണ്യ സംസ്കാരം അഥവാ ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്ന്, ബ്രഹ്മാവിന്റെ പാർശ്വഭുജങ്ങളിൽ നിന്ന്, ബ്രഹ്മാവിന്റെ തുടയിൽ നിന്ന്, ബ്രഹ്മാവിന്റെ കാൽപാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങൾ എന്നവർ പ്രചരിപ്പിച്ചു. ബ്രാഹ്മണരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും ക്ഷത്രിയരെന്നും ഒക്കെ പറഞ്ഞു അതിനും താഴെ കാൽപാദങ്ങൾക്കടിയിൽ ജീവിക്കേണ്ടവരെന്ന് പറഞ്ഞ് ആ ജാതീയമായ വിവേചനങ്ങളും ആര്യവംശ വിശുദ്ധിവാദവും തന്ത്രപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് അവർ വേരുറപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിനെല്ലാം എതിരാണ് ഇസ്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിവേചനങ്ങൾക്കും അതേപോലെ മനുഷ്യന്റെ ചൂഷണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും അക്രമത്തിനും അഴിമതിക്കും അന്യായങ്ങൾക്കും വൃത്തികേടുകൾക്കും മനുഷ്യത്വരഹിതമായ സമീപനങ്ങൾക്കും എതിരാണ് ഇസ്ലാം. പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാൻ അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് സിദ്ധാന്തിക്കുന്നതോടുകൂടി മനുഷ്യർക്കിടയിൽ സമത്വം ഉണ്ടാക്കുന്നു. മനുഷ്യരെ നിങ്ങൾ തുല്യരാണ് എന്ന് പറയുമ്പോൾ RSS പറയും മനുഷ്യർ വ്യത്യസ്തരാണ് എന്ന് പറയും. മനുഷ്യർക്കിടയിൽ വിവേചനം ഉണ്ടാക്കും. ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ മനുഷ്യരെ നിങ്ങളുടെ പിതാവിനോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും നീതി നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് പറയുമ്പോൾ അവർ പറയും അല്ല, ഇവിടെ നീതി എല്ലാവർക്കും തുല്യമായി പങ്കുവെക്കാൻ സാധ്യമല്ല, എല്ലാവരും തുല്യരല്ല എന്നവർ പറയും. സഹോദരങ്ങളെ, സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റില്ല. ജാതീയമായ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വിവേചനങ്ങളും ഏറ്റവ്യത്യാസങ്ങളും അവർ കൽപ്പിക്കും. സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും അവർ ഇസ്ലാമിനെ ആദർശപരമായി എതിര് നിൽക്കുകയാണ്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കുന്നതിന് ഒന്നാമത്തെ തടസ്സക്കാർ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് അവർ വിചാരധാരയിൽ എഴുതി വെച്ചു, ബഞ്ച് ഓഫ് തോട്ട് എന്നറിയപ്പെടുന്ന RSSന്റെ ഏറ്റവും വലിയ വേദഗ്രന്ഥം അതിൽ എഴുതി വെച്ചു എന്താണ് ഈ രാജ്യത്തിന്റെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്ന വ്യത്യസ്തമായ പാഠഭാഗങ്ങൾ അതിൽ എഴുതി വെച്ചു. ഏറ്റവും പുതിയ പതിപ്പ് ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്, അതിന് മാറ്റം വന്നിട്ടില്ല. മുഖ്യ ശത്രുക്കൾ ആരാണ്? ഒന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകളാണ്. ഇവരെല്ലാം ഇവിടേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണം. അതിൽ ഒന്നാമത്തെ മുഖ്യ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ ഇവിടെ നിന്നും വംശീയമായി തുടച്ചു നീക്കേണ്ടതുണ്ട്. അതിനുള്ള വഴി എന്താണ്? ഒരു ബഹുസ്വര ഇന്ത്യൻ ജനതയ്ക്കിടയിൽ പരസ്പരം തോളോട് തോളുരുമി കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും സഹവസിച്ചും ജീവിക്കുന്ന സമൂഹത്തിന്റെ ഇടയിൽ ഒറ്റയടിക്ക് മുസ്ലിമീങ്ങളെ തുടച്ചു നീക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കണം. ആരാണ് ഈ മുസ്ലിങ്ങൾക്ക് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ രാജ്യത്തെ വെട്ടിമുറിച്ചവരാണ്. ഈ
രാജ്യത്തെ മറ്റു രാജ്യങ്ങൾക്ക് ഒറ്റിക്കൊടുക്കുന്നവരാണ്. ഈ രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിന് പോകുന്നവരാണ്. അവരുടെ പടച്ചവൻ ആരാണെന്നറിയുമോ? ആ പടച്ചവൻ മാത്രമാണ് ആരാധ്യൻ എന്നാണ് അവർ പറയുന്നത്. മുഹമ്മദ് നബി ഏറ്റവും അധികം പെണ്ണ് കെട്ടിയ ആളാണ്. മുഹമ്മദ് നബി ഏറ്റവും മോശക്കാരനാണ്. ഈ പർദ്ദ എന്ന് പറയുന്നത് സ്ത്രീകളെ അടച്ചു മൂടിക്കെട്ടി സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. ഹലാൽ എന്ന് പറഞ്ഞാല് ഹോട്ടലുകളിൽ മൊല്ലമാര് വന്നിട്ട് തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ്. ഹിന്ദുക്കൾ അവിടെ കയറരുത്. അതേപോലെ തന്നെ മാട്ടിറച്ചിയത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ നാർക്കോട്ടിക് ജിഹാദ്, മുസ്ലിങ്ങൾ തന്ത്രപരമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ കൊടുത്തിട്ട് ആളുകളെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി മുസ്ലിങ്ങൾക്ക് സ്ഥലം കൊടുക്കരുത്, അവർ ഭൂമി വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ലാൻഡ് ജിഹാദ് നടത്തുകയാണ്. വസ്തുക്കൾ വകകൾ വാങ്ങിക്കൂട്ടിയിട്ട് അവർ ഇവിടെ മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുപോലും കേരളത്തിൽ മലപ്പുറത്തെ മുസ്ലിങ്ങൾ കോപ്പിയടിച്ചാണ് ജയിക്കുന്നതെന്ന് പറയിപ്പിക്കുന്നു. ആ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ അടുത്ത 20 വർഷത്തിനകം നമ്മുടെ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയിപ്പിച്ചു. ആ അർത്ഥത്തിൽ അവർ പച്ചനുമകൾ പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് നേറ്റ് പറയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെയൊക്കെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു മുമ്പോട്ട് പോകും. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കിയും നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ പൊതുയിടങ്ങളിൽ, നമ്മുടെ ഉദ്യോഗ മേഖലകളിൽ, നമ്മുടെ പൊതുസ്ഥാപനങ്ങളിൽ എത്രയോ കാലമായി ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സൗഹാർദ്ദത്തോടെ മുമ്പോട്ട് സഹവസിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തലയിൽ തട്ടമിട്ട് ശിരോവസ്ത്രമിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ തന്നെ കാണുകയും കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ക്രൈസ്തവർ, കന്യാസ്ത്രീകൾ തട്ടമിടുന്നുണ്ട്. സ്വാമിമാര് അവര് കാഷായ വസ്ത്രം ധരിക്കുന്നുണ്ട്, പൂണൂല് ധരിക്കുന്നുണ്ട്, കയ്യിൽ രാഖി കെട്ടുന്നവരുണ്ട്, തലയിൽ നെറ്റിത്തടത്തിൽ കുറി തൊടുന്നവരുണ്ട്, അതുപോലെ കുരിശുമാല ഇടുന്നവരുണ്ട്, ലോഹ ഇടുന്നവരുണ്ട്, കന്യാസ്ത്രീകൾ തന്നെ തട്ടമിടുന്നവരുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും മുസ്ലിങ്ങളുടെ ശിരോവസ്ത്രത്തിന് മാത്രം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ആ പ്രശ്നത്തിന്റെ ന്യായം മീഡിയകളുടെ മുമ്പിൽ വിശദീകരിക്കാൻ മാത്രം അവരുടെ മുമ്പിൽ യുക്തിസഹമായ തെളിവുകളില്ല. അവർ മുസ്ലിമാണ്, മുസ്ലിങ്ങൾ ഇത് മോശക്കാരാണ്, മുസ്ലിങ്ങൾ മോശക്കാരാണ്, അവർ ഹിജാബ് ധരിക്കാൻ പാടില്ല. നമ്മുടെ കലാലയങ്ങളിൽ അവർ പറഞ്ഞ വാദം എന്തായിരുന്നു? മുസ്ലിം സ്ത്രീകളെ തട്ടമിട്ടും പർദ്ദ ധരിപ്പിച്ചും മൂടിക്കെട്ടി സ്വാതന്ത്ര്യം വിലക്കി അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് എന്നായിരുന്നു. ബീവി മുസ്കാൻ എന്ന മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന കർണാടകയിലെ ആട്യ ഗ്രാമത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവള് ആ കോളേജിലേക്ക് ഹിജാബ് വിലക്കിയപ്പോൾ ആ കോളേജിലേക്ക് കടന്നു വന്ന സ്കൂട്ടിയിൽ കടന്നു വന്നു, കൊണ്ടുവന്ന് ഒതുക്കി വെച്ചു. ചുറ്റും കൂടി നിന്ന ABVP-യുടെ RSSന്റെ വിദ്യാർത്ഥി സംഘടനകള് ജയ് ശ്രീരാം മുഴക്കിക്കൊണ്ട് ആക്രോശിച്ച് പിന്നാലെ കൂടിയപ്പോൾ അവർ തെല്ലും ഭയപ്പെടാതെ അവൾ ഉച്ചത്തിൽ അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന പെൺകുട്ടി ചരിത്രത്തിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി മുസ്ലിം പെൺകുട്ടികൾ തലയിൽ തട്ടമിട്ട് നെഞ്ചു വിരിച്ച് മുമ്പോട്ട് വരുന്ന രോമാഞ്ചജനകമായ കാഴ്ചകൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും ലോകം മുഴുവനും ആ ദൃശ്യങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ എന്താണ് പ്രശ്നം? മുസ്ലിങ്ങളെ ജൂതന്മാരെ മോശക്കാരാക്കി ചിത്രീകരിച്ച് വംശഹത്യക്ക് വിധേയമാക്കിയതുപോലെ ഇവർ മോശക്കാരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഇവർ കൊല്ലപ്പെടേണ്ടവരാണ്, ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടവരാണ്, രാജ്യത്തിന്റെ ശത്രുക്കളാണ്, ഇവർ ഏറ്റവും വലിയ അപകടകാരികളാണെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടുത്തെ ഭരണകൂടത്തിലെ ഫാഷിസവും അതേപോലെ തന്നെ ഇവിടുത്തെ RSSന്റെ ആ സംഘവും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ട സേനകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നാളെ സമയത്ത് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളെ തുടച്ചു നീക്കാൻ ശ്രമിച്ചാൽ അതിനൊരാളും അതിനെതിരിൽ നിൽക്കരുത് എന്നാണ്. അതുകൊണ്ട് ഒരേ സമയം അവർ ഒന്നിലധികം ശത്രുക്കളെ സൃഷ്ടിക്കുന്നില്ല. ഇപ്പോൾ മുസ്ലിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അവരുടെ സഹോദരന്മാരാണ്, കമ്മ്യൂണിസ്റ്റുകളും അവരുടെ സഹോദരന്മാരെ പോലെയാണ്
അവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വിചാരധാരയിൽ എഴുതി വെക്കപ്പെട്ട മൂന്നാമത്തെ ശത്രുക്കളാണെന്ന തിരിച്ചറിവ് അവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം പല നേതാക്കന്മാരും പ്രായം ചെന്നിരിക്കുന്നു. എനിക്ക് ശേഷം ഇനി എന്ത് വന്നാൽ എനിക്കെന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവിടെ നേതാക്കന്മാരും പോകുന്നത്. കാലേക്കുട്ടി ഇതിനെ പ്രതിരോധിക്കാൻ ഇവിടെ ആർക്കും ഒരു തരത്തിലും ഒരു ശ്രമവുമില്ല. നിങ്ങൾ നോക്കൂ, ഇത്രയും വലിയ തിന്മാരങ്ങേറിയിട്ട് ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? ഇവിടുത്തെ ആ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ എന്തേ അതിനെ തള്ളിപ്പറയാത്തത്? ഒറ്റപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്, വളരെ സന്തോഷകരമാണ്, ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. എന്നാൽ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് സംഘടിതമായി ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെതിരെ എന്തുകൊണ്ടാണ് ഒരു ചെറുത്തുനിൽപ്പ് അതല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടക്കാത്തത്? നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ഇവിടത്തെ ഫാഷിസ്റ്റ് വിരുദ്ധത പറയുന്ന, മുസ്ലിം സ്നേഹം പറയുന്ന മതേതര പാർട്ടികളുണ്ടല്ലോ, കേരളത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള, അതേപോലെ ദേശീയ തലത്തിൽ ആധിപത്യമുള്ള മതേതര പാർട്ടികളുണ്ടല്ലോ, നമ്മൾ പലരും അതിന്റെ കൊടി പിടിക്കുന്നവരാണല്ലോ. എന്തുകൊണ്ടാണ് വളരെ ഈ അപകടകരമായ, നമ്മുടെ അമേരിക്കൻ ബുദ്ധിജീവി രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞതുപോലെ ഈ വംശഹത്യയുടെ 8ാമത്തെ സ്റ്റേജിലാണ് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ അവസ്ഥയിലും എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ മിണ്ടാതിരിക്കുന്നത്? അവരുടെ പാർട്ടി സമ്മേളനങ്ങളില് നമ്മൾ മുസ്ലിങ്ങളുടെ കാര്യം പരിഗണിക്കണം, ഇവിടുത്തെ മറ്റുള്ള മുസ്ലിം സംഘടനകൾ അതിനുവേണ്ടി ശബ്ദിക്കരുത് എന്ന പ്രമേയം പാസാക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന നിലയില് ഫാഷിസത്തിനെതിരെ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രൊട്ടക്ഷൻ തീർക്കാൻ എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾക്ക് ആത്മാർത്ഥത ഉണ്ടാവാതെ പോകുന്നത്? ആരാണ് ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടത്? നിങ്ങൾ നോക്കൂ, ഓരോ സന്ദർഭത്തിലും മുസ്ലിം സ്ത്രീകളെ അടിമകളാക്കുന്നു എന്ന് ആക്രോശിക്കുന്ന ഇവിടുത്തെ വനിതാ വിമോചന പ്രസ്ഥാനങ്ങൾ ഏത് മാളത്തിലാണ് ഇവർ ഒളിച്ചിരിക്കുന്നത്? ഇവിടുത്തെ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ, കയ്യേറ്റം ചെയ്യപ്പെടുമ്പോൾ, വസ്ത്ര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടികൾക്ക് വേണ്ടി സ്ത്രീ വിമോചനം പറയുന്ന വനിതാ പ്രസ്ഥാനങ്ങളും പുരോഗമനം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മിണ്ടാത്തതെന്തേ എന്ന് ഉറക്കെ ചോദിക്കേണ്ട സന്ദർഭമാണ്. എന്തുകൊണ്ടാണ് പുരോഗമനവും പരിസ്ഥിതിവാദവും പറയുന്നവർ, എന്തുകൊണ്ടാണ് സാമൂഹിക നിരീക്ഷകന്മാർ മിണ്ടാട്ടം മുട്ടിപ്പോകുന്നത് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു തിരിച്ചറിവാണ് വേണ്ടത്. നമ്മൾ ആരെയോ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോളമായി 96 വർഷങ്ങളായി ഇന്ത്യയിൽ വളർന്നു വന്ന അപകടകരമായ ഈ പ്രത്യയശാസ്ത്രത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇവിടുത്തെ മതേതര പാർട്ടികളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളോ തയ്യാറാവാതിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ 20 കോടി മുസ്ലിങ്ങളെ ഗ്യാസ് ചേമ്പറുകളിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ നമുക്ക് മനസ്സില്ല. ഇവിടുത്തെ ബയോളജികൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ മിസൈലുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ തോക്കിൻ കുഴികൾക്ക് മുമ്പിൽ ഉമ്മമാരെ സഹോദരിമാരെ ഇറക്കി നിർത്തി നിരത്തി നിർത്താൻ മനസ്സുണ്ടാവരുത് നമുക്ക്. നമ്മുടെ പള്ളികളും മദ്രസകളും ഇന്ത്യ രാജ്യത്തെ തന്നെയും മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ആണത്തമുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രബോധമുള്ള മുസ്ലിങ്ങൾ ഒരുമ്പെട്ടിറങ്ങണമെന്നാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കണം, ഇന്ത്യ രാജ്യം അപകടത്തിലേക്ക് പോകുമ്പോൾ ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ പാർട്ടിക്കൊടികൾ വലിച്ചെറിയണം. ഇന്ത്യയുടെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, നീതിയുടെ, സമത്വത്തിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ വിളിച്ചുകൊണ്ട്, അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങേണ്ട സമയമായി കൊണ്ടിരിക്കുന്നു. കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു. കോടതി പറയുന്നു താൽക്കാലികമായ വിധി. ഇനി കർണാടകയിലെ സ്കൂളുകളിലെ മുസ്ലിം പെൺകുട്ടികളെ ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന്. ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന കന്യാസ്ത്രീകളായ അമ്മമാര് ശിരോവസ്ത്രം ധരിച്ചു വന്നാൽ അതിന് വിലക്കില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കും, എത്ര വലിയ വിരോധാഭാസമാണ്. ഇതൊന്നും ഒരു പാർട്ടികൾക്കും ഞെട്ടലുണ്ടാക്കുന്നില്ല, ഒരു പാർട്ടികൾക്കും ഞെട്ടലുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മൾ എന്ത് വേണം? ഒന്നാമത് ഐക്യപ്പെടുകയാണ് വേണ്ടത്. വെറുതെ അല്ല പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടത്തെ പ്രസ്ഥാനങ്ങൾ, ഇവിടത്തെ സുന്നിയായാലും മുജാഹിദായാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും തബ്ലീഗായാലും ഇതര മതസംഘടനകളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും മറ്റേതെങ്കിലും ഓരോ സംഘടനകളുടെയും വിവിധ തരത്തിലുള്ള കഷണങ്ങളായാലും അവാന്തര വിഭാഗങ്ങളായാലും തമ്മിൽ അകന്നു നിൽക്കാൻ മാത്രം ഒരു പ്രശ്നവും ഇവിടെ ഇല്ല.
സഹോദരങ്ങളെ, നമ്മെ ഐക്യപ്പെടുത്തുന്ന യൂണിറ്റിയുടെ, ഐക്യത്തിന്റെ, ഏകതയുടെ ഘടകങ്ങളാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ അറിയണം. അഭിപ്രായ വ്യത്യാസങ്ങൾ വെറും ശാഖാപരം മാത്രമാണ്. നമ്മൾ ആർക്കും മാർക്കിടാൻ പോകണ്ട. ഇവിടെ നിലനിൽക്കണമോ നമ്മൾ ഐക്യപ്പെട്ടേ മതിയാവുകയും. മുസ്ലിങ്ങൾ ഉണരണം, മറ്റ് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഉണരണം. രാജ്യത്തിന് വേണ്ടി, ഒരു സമുദായത്തിന് വേണ്ടി നമ്മൾ ഉണരണം. ഐക്യപ്പെടേണ്ട സന്ദർഭമാണ്. വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യത്തിന്റെ വിരോധികൾ പരസ്പരം ആത്മമിത്രങ്ങളാണ്. അവർ ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും രാത്രിയിൽ പരസ്പരം കാണുമ്പോൾ സ്വകാര്യ ഭാഷണങ്ങളിൽ വന്നോട്ടെ, അതിനെന്താടാ കുഴപ്പം, നമുക്ക് നമ്മുടേതായ ഒരു രാജ്യം എന്ന് പരസ്പരം സ്വകാര്യം പറയുന്നവരാണ് പലരും എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അവർ പരസ്പരം ആത്മമിത്രങ്ങളാണ്. മിണ്ടിയും മിണ്ടാതെയും പിന്തുണയ്ക്കുന്നവരാണവർ. അങ്ങനെ ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ് ഇല്ലാ തഫഅലൂഹു തകുൻ ഫിത്നത്തുൻ ഫിൽ അർദ് വഫസാദുൻ കബീർ. നിങ്ങളും അതുപോലെ ഒറ്റക്കെട്ടാവുന്നില്ല എങ്കിൽ, നിങ്ങളും അതുപോലെ ഐക്യപ്പെടുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ ഭൂമിയിൽ ഫിത്നയുണ്ടാകും, കുഴപ്പമുണ്ടാകും, ഫസാദ് ഉണ്ടാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഐക്യപ്പെടണം. എന്തിന്? ഭൂമിയിൽ കുഴപ്പമുണ്ടാവാതിരിക്കാൻ, അക്രമം ഉണ്ടാവാതിരിക്കാൻ, കലാപം ഉണ്ടാവാതിരിക്കാൻ, അതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ നമ്മൾ ഐക്യപ്പെടണം. വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ പെൺകുട്ടി കടന്നു വന്നതില്ലേ, ആ കുട്ടി ചെയ്ത ഒരു പ്രവൃത്തിയില്ലേ, ഇന്ത്യ മുസ്ലിങ്ങൾക്ക് പാഠമാണത്. ആർത്തിരമ്പി വരുന്ന ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ, അക്രമി സംഘങ്ങളുടെ മുമ്പിൽ ഉറച്ചു നിന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അതാണ് ഇന്ത്യ മുസ്ലിങ്ങൾ. താൻ ഒറ്റയ്ക്കാണെങ്കിലും ചീറിപ്പാഞ്ഞു വരുന്ന അക്രമി സംഘത്തിന്റെ മുമ്പിൽ ഒരു പെണ്ണായിട്ട് പോലും പേടിച്ചോടാതെ ഉറച്ചു നിന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ വല്ല അക്രമി സംഘങ്ങളെയും കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. വസ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. എന്നിട്ട് നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ ഓർമ്മിക്കണം. നിങ്ങൾ വിജയം വരിച്ചേക്കാം. ഇതാണ് വേണ്ടത്. ഉറച്ചു നിൽക്കണം. നമ്മൾ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ലേ, നമ്മൾ ന്യൂനപക്ഷമല്ലേ. നിങ്ങൾ കണ്ടില്ലേ ആ ഭൂരിപക്ഷത്തെ? അവിടെ കൂടിയ ആക്രോശിച്ചു വന്ന, ജയ് ശ്രീരാം വിളിച്ചിട്ട് ആക്രോശിച്ചു വന്ന, അക്രമം പ്രവർത്തിക്കാമെന്ന ആൾക്കൂട്ടങ്ങൾ, നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ മുമ്പിൽ അബലയെന്നും ചവലയെന്നും വിധി എഴുതപ്പെട്ട, പർദ്ദയിട്ട് മൂടിക്കെട്ടി വന്ന് വിധി എഴുതപ്പെട്ട ഒരു പെൺകുട്ടി ആർജവത്തോടുകൂടി അല്ലാഹു അക്ബർ വിളിച്ചിട്ട് ഒറ്റയ്ക്ക് നിന്നത് നമുക്ക് പാഠമാണ്. ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. വസ്കുറുല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ഓർമ്മിക്കണം. അതെ, അവൾ അല്ലാഹു അക്ബർ എന്നാണ് വിളിച്ചത്, പടച്ചവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് അല്ലാഹുവാണ് വലുത്. നിങ്ങൾ എത്ര വലിയ ശക്തിയാണെങ്കിലും ഞങ്ങൾക്ക് പുല്ലാണ്. ന്യായം എന്റെ ഭാഗത്താണ്, നീതി എന്റെ ഭാഗത്താണ്, സത്യം എന്റെ ഭാഗത്താണ്. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെയല്ല. നിങ്ങൾ പറയുന്ന ഏത് ദൈവമായാലും അല്ലാഹു അല്ല, അത് ദൈവമല്ല. ഞാൻ ആകട്ടെ അഭയം പ്രാപിക്കേണ്ടവനെയാണ് അഭയം പ്രാപിച്ചിട്ടുള്ളത്. ഞാൻ വിജയിക്കും, ഞാൻ രക്ഷപ്പെടും, നിങ്ങൾ പരാജയപ്പെടുമെന്ന ദൃഢനിശ്ചയത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ മുദ്രാവാക്യമായി മാറുകയാണ്. സാറാ ജോസഫ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അല്ലാഹു അക്ബർ എന്നത് ഈ ഭയം നിറഞ്ഞ അന്തരീക്ഷത്തില് ഈ രാജ്യത്തെ ഏതൊരു അടിച്ചമർത്തപ്പെട്ടവരും ധൈര്യം കൊടുക്കുന്നതാണ്. ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന രണ്ട് വാക്കുകളെന്ന്. സാറാ ജോസഫിന് പോലും ആ വിമോചനത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാകുമ്പോ നമ്മുടെ ആളുകൾ പലർക്കും മനസ്സിലാവാതെ പോവുകയാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് ഉറച്ചു നിൽക്കണം. അല്ലാഹുവാണ് മഹാൻ എന്ന് പ്രഖ്യാപിക്കണം. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം അല്ലാഹു അക്ബറാണ്. മാത്രമല്ല, നാം എന്തിന്റെ പേരിലാണ് അടിച്ചമർത്തപ്പെടുന്നത്? നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി നമുക്കും ഈ ഹിജാബ് അണിയിക്കാൻ കഴിയണം. ഇസ്ലാമിന്റെ സംസ്കാരം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം, അത് ഉയർത്തിപ്പിടിക്കാൻ, അന്തസ്സോടെ തല ഉയർത്തി നടക്കാൻ, ഹിജാബിട്ട തലകൾ അന്തസ്സോടെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ഒരു
പിടിക്കാൻ പറ്റുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് പറഞ്ഞതും ഞാൻ നിങ്ങൾക്ക് തന്ന ഈ സന്ദേശത്തെ നിങ്ങൾ ശക്തിയോടെ മുറുകെ പിടിക്കണമെന്നാണ്. ശക്തി വേണം സഹോദരങ്ങളെ. മനസ്സിന്റെ ശക്തിയാണ് പ്രധാനം, ഈമാന്റെ ശക്തിയാണ് പ്രധാനം. അയ്യോ പാപം എന്ന് പറഞ്ഞ് പാപത്താരായി ജീവിച്ചാൽ ഇന്ത്യയുടെ ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ കുടുംബം ബാക്കിയുണ്ടാവില്ല, നമ്മൾ തന്നെയും ബാക്കിയുണ്ടാവില്ല, ചരിത്രത്തിൽ നമ്മൾ ഉണ്ടാവില്ല, തുടച്ചു നീക്കപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ പറയുന്നത് ഇവിടെ വിഭാഗീയമായി ഇവിടെ ഏതെങ്കിലും ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ, ഹിന്ദു രാഷ്ട്രം പുറത്തുണ്ടാകുമ്പോ ഇവിടെ മറ്റൊരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ കൂടി വിഭാവന ചെയ്യുന്നതാണ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ഘോഷിക്കുന്ന അടിസ്ഥാനങ്ങൾ ഭരണഘടനയുടെയും അടിസ്ഥാനങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ശബ്ദിക്കുന്നത്. ഒരേ സമയം പരിശുദ്ധ ഖുർആനും ദേശീയ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യാൻ ആത്മാഭിമാനത്തോടെ കഴിയുമെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ അടിമകൾ ഭൂലോകത്ത് തച്ചുടക്കപ്പെടുമ്പോൾ, അടിച്ചമർത്തപ്പെടുമ്പോൾ നിങ്ങൾ നോക്കിയിരിക്കരുത്. നിങ്ങൾ പടച്ചവനെ സഹായിക്കാൻ തയ്യാറായാൽ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ, ജീവൻ പോയാലും അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ നമ്മൾ സന്നദ്ധമാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയും പർദയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ മർവ ഷർബീനി എന്ന ഈജിപ്ഷ്യൻ പെൺകുട്ടി, സ്ത്രീ, അവരും അവരുടെ ഭർത്താവും മകനും കൂടി ജർമ്മനിയിലെ ഒരു പാർക്കിൽ നിൽക്കുമ്പോ ഒരു ജൂതനായ ഒരു വംശീയവാദി വന്നിട്ട് അവരെ കടന്നു പിടിച്ചു, അവരുടെ പർദയെ പിച്ചു ചീന്താൻ ശ്രമിച്ചു. അതിൽ മനം തൊന്ന് അവർ നേരെ ജർമ്മൻ കോർട്ടിൽ പോയിട്ട് ഭർത്താവിന്റെ കൂടെ പോയി അവിടെ കേസ് കൊടുത്തു. അതിനെതിരിൽ നിയമ പോരാട്ടങ്ങൾ നടത്തി. അവസാനം മർവ ഷർബീനിക്ക് അനുകൂലമായി കോർട്ടിൽ നിന്ന് വിധി വരുന്ന സമയത്ത് ആ ജൂതൻ അയാളുടെ അരയിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് മർവ ഷർബീനിയെ കോടതി വാരാന്തിയിൽ വെച്ച് തുരുതുരെ കുത്തി മലർത്തി. ആ സഹോദരി അവിടെ നിന്ന് രക്തസാക്ഷിയായി. അള്ളാഹു അവർക്ക് ഉയർന്ന പദവികൾ നൽകുമാറാകട്ടെ. പർദയ്ക്ക് വേണ്ടി, ഹിജാബിന് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷി. ലോക ഹിജാബ് ദിനം ആ ചരിത്രത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകമെമ്പാടും ഒരു ഇസ്ലാമോഫോബിയ, ഒരു ലിബറലിസം, ഒരു ഫെമിനിസം, ഒരു ഇസ്ലാമിക വിരുദ്ധത കൂട്ടം കൂടി നമുക്കെതിരെ ചീറിയെടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതാൻ നമുക്കെല്ലാവർക്കും കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ പരീക്ഷണങ്ങളിൽ നിന്നും വിജയകരമായി ഇതിനെ അതിജീവിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ രാജ്യത്തിന് പരിപൂർണമായ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മർദ്ദിതരായ ജയിലിൽ കിടക്കുന്ന സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മോചനം നൽകുമാറാകട്ടെ. നമുക്ക് ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. 2 അറിയിപ്പുകൾ.